ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കുന്നു. രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കി എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറേ ദിവസമായി ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നിയമപരമായ നടപടികളിലേക്ക് ഈ സ്ത്രീകൾ ആരും കടക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് പോയിന്റ് ആണോ എന്നതും ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. എന്തുകൊണ്ട് പാർട്ടി സസ്പെൻഡ് ചെയ്യുക എന്നതിൽ ഉറച്ചു നിൽക്കുന്നു, പകരം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് പാർട്ടി ഇപ്പോഴും ആ നിലപാടെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ചർച്ചയും വാദപ്രതിവാദങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നത്. രാഹുലിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നത് നേരത്തെ കൂട്ടി സസ്പെൻഡ് ചെയ്യുമെന്ന വാർത്ത നമ്മൾ പങ്കുവച്ചിരുന്നു. അമൽ തേനമ്പറമ്പിൽ അടക്കമുള്ളവർ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചതാണ്. ഇക്കാര്യത്തിൽ രാഹുലിന്റെ ഇപ്പോൾ സസ്പെൻഷൻ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ നമ്മൾ നേരത്തെ പങ്കുവച്ചതുപോലെ തന്നെ സസ്പെൻഷൻ എന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കുന്ന നടപടിയിലേക്ക് കടക്കില്ല എന്ന് കുറച്ചുകൂടി നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? രാഹുൽ മാങ്കൂട്ടം MLA ആയി തുടരും. നിലവിൽ ഒരു രാജി എന്ന നടപടിയില്ല, കടുത്ത നടപടിയില്ല. ഇപ്പോൾ സസ്പെൻഷനിൽ ഒതുങ്ങുകയാണ് നടപടി. പ്രാഥമിക അംഗത്വം, പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുകളിലേക്കൊരു നടപടി നിലവിൽ വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇനിയിപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ല എന്നുള്ളതാണ്. നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുന്നു. ആ സമയങ്ങളിൽ രാഹുൽ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി ഉണ്ടാകില്ല. പ്രതിപക്ഷ MLA-മാരുടെ നിരയിൽ രാഹുൽ ഉണ്ടാകില്ല. ഒന്നുകിൽ രാഹുലിനോട് നിർബന്ധിതമായി ലീവ് എടുക്കാൻ പറയും, അങ്ങനെ ഒരു നിർദ്ദേശം നൽകും. എന്തായാലും സഭയിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ സഭയിൽ രാഹുൽ ഉണ്ടാകില്ല, ഈ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാകില്ല എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. രാഹുൽ രാജിവെക്കുമോ അതോ സസ്പെൻഷനാണോ എന്ന് മാത്രമായിരുന്നു അറിയാനുണ്ടായിരുന്നത്. അതിൽ രാജി എന്നുള്ള സാധ്യത ഏകദേശം മങ്ങി എന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വ്യക്തമായി വന്നതാണ്. അതിനുശേഷം പിന്നീട് എന്ത് നടപടി, ഒരു ലഘുവായ നടപടിയെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു വിവരവും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് ഒതുങ്ങുകയാണ്. രാഹുലിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണങ്ങൾ കേട്ട ശേഷം ഇനിയിപ്പോൾ തുടർ നടപടി മതി എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു. മാത്രമല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രതിസന്ധിയും നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരത്തിൽ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചെടുക്കേണ്ടതില്ല എന്ന ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടും നിർണായകമായി മാറി. രാഹുലിന്റെ രാജി വേണമെന്ന കടുത്ത ആവശ്യം വലിയൊരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ VM സുധീരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ പോലെയുള്ള നേതാക്കൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ രാജി എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ രാഹുലിന്റെ രാജിയില്ല എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. രാഹുലിന്റെ എതിരെയുള്ള നടപടി സസ്പെൻഷനിൽ ഒതുക്കുകയാണ് KPCC നേതൃത്വം.